Okay, good afternoon all. Today we are going to discuss about alcohol, phenols and ethers. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കും എന്താണ് ആൽക്കഹോൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പം എന്താണ് ആൽക്കഹോൾ? ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ OH ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീനോൾസ് എന്താണ്? ഒരു ബെൻസീൻ റിങ്ങിൽ 6 ഹൈഡ്രജൻ ആറ്റമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഫീനോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽക്കഹോൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? മോണോ, ഡൈ, ട്രൈ ആൻഡ് പോളി ആൽക്കഹോൾസ്. സോ ആൽക്കഹോളിൽ അടങ്ങിയിരിക്കുന്ന OH ഗ്രൂപ്പിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ആൽക്കഹോളിൽ ഒരൊറ്റ OH ഗ്രൂപ്പ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മോണോ മീൻസ് വൺ മോണോ ഹാട്രിക് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇതിൽ ഒരൊറ്റ OH ഗ്രൂപ്പ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഡൈഹൈഡ്രിക്? ആൽക്കഹോളിൽ 2 OH ഗ്രൂപ്പ് പ്രസന്റ് ആണ്. നമ്മളതിനെ ഡൈഹൈഡ്രിക് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ട്രൈഹൈഡ്രിക്? നമ്മുടെ ആൽക്കഹോളിൽ 3 OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രൈഹൈഡ്രിക് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് പോളിഹൈഡ്രിക്? പോളി മീൻസ് മെനി, മോർ ദാൻ 3 OH ഗ്രൂപ്പ്സ് വിൽ ബി ദെയർ. അതിനെയാണ് നമ്മൾ പോളിഹൈഡ്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ based on കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3. അതിൽ നമുക്ക് മനസ്സിലാവാം അവിടെ സിംഗിൾ ബോണ്ട് ആണെന്നുള്ളത്. അപ്പം അതിനെയാണ് പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷ്യറി ആൽക്കഹോൾ. അപ്പോൾ എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ? ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. അറ്റാച്ച് ചെയ്തു. ഈ കാർബൺ എത്ര കാർബണുമായിട്ട് അറ്റാച്ച് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ OH അറ്റാച്ച് ചെയ്ത കാർബൺ ഒരൊറ്റ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ. അത്തരം ആൽക്കഹോൾസിനെയാണ് നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സെക്കൻഡറി? നമ്മുടെ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 കാർബണുമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾസ് എന്ന് വിളിക്കും. അപ്പോൾ എന്തായിരിക്കും ടെർഷ്യറി? കാർബൺ 3 കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ടെർഷ്യറി എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് പ്രൈമറി? OH അറ്റാച്ച് ചെയ്ത കാർബൺ ഒരൊറ്റ കാർബണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൈമറി എന്ന് വിളിക്കുന്നു. OH അറ്റാച്ച് ചെയ്ത കാർബൺ 2 കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സെക്കൻഡറി എന്ന് വിളിക്കുന്നു. അപ്പോൾ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ 3 കാർബൺ ആറ്റവുമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടെർഷ്യറി എന്ന് വിളിക്കുന്നു. അടുത്താണ് അല്ലെരിക് ആൽക്കഹോൾ. അപ്പോൾ എന്തായിരിക്കും അല്ലെരിക് ആൽക്കഹോൾ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും OH അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന കാർബൺ 6 അടുത്തായിട്ടാണ് കാണുന്നത്. ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ അടുത്തായിട്ടാണ് കാണുന്നത്. അത്തരം ആൽക്കഹോൾ
അത്തരം കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ബെൻസീനിക് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ മോണോ, ഡൈ, ട്രൈ ആൻഡ് പോളിഹൈഡ്രിക് പറഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ CsP3 OH ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അതിലല്ലേരിക്ക് പറഞ്ഞു, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പറഞ്ഞു. പിന്നെന്തായിരുന്നു ബെൻസീനിക് ആൽക്കഹോളിനെ പറ്റി പറഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കാർബൺ ഹൈബ്രിഡൈസ്ഡ് OH ബോണ്ട്. അതിൽ വരുന്നതാണ് വിനൈലിക് ആൽക്കഹോൾ. എന്താണ് വിനൈലിക് ആൽക്കഹോൾ? അപ്പോൾ അല്ലേരിക്കും വിനൈലിക്കും കൂടെ കൺഫ്യൂസ്ഡ് ആവാം. വിനൈലിക് ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ OH എവിടോട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ. അപ്പോൾ ഡബിൾ ബോണ്ട് വരുമ്പോൾ അടുത്ത ഹൈബ്രിഡൈസേഷൻ എത്രയാണ്? sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ OH എവിടോട്ടാണ്? OH ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബണിലേക്കായിരിക്കും. അത്തരം കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ വിനൈലിക് ആൽക്കഹോൾ എന്ന് പറയുന്നത്. സോ ഇതേപോലെ തന്നെ ഫിനോൾസ് കൊണ്ട് മോണോ, ഡൈ, ട്രൈ. അപ്പോൾ ഫിനോൾസ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബോത്ത് സൈഡ്സിലും ഒരു കാർബൺ ആറ്റം വീതമുണ്ട്. അപ്പോൾ അത് സിമെട്രിക്കൽ ആൽക്കീൻ. അപ്പോൾ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയായിരിക്കും അവിടെ വാട്ടർ ആഡ് ചെയ്യുന്നത്? H+OH-. അപ്പോഴാണ് മാർക്കോനിക്കോസ് റൂൾ പറയുന്നത് ഹൈഡ്രജൻ എവിടെയെങ്കിലും ഏത് കാർബണിലാണോ കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉള്ളത് ആ കാർബണിലേക്ക് ആര് പോകും? ഹൈഡ്രജൻ പോകും. ഏത് കാർബണിലാണോ കുറവ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് അവിടേക്ക് OH പോകും. അപ്പം നമ്മുടെ ആൽക്കഹോൾ. നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. അപ്പം രണ്ട് കേസസ് ആണ്. ഒന്ന് സിമെട്രിക്കൽ ആൽക്കീൻ ആകുമ്പോഴത്തേക്കും അൺസിമെട്രിക്കൽ ആൽക്കീൻ ആകും. അൺസിമെട്രിക്കൽ ആൽക്കീൻ ആകുമ്പോൾ നമ്മൾ മാർക്കോനിക്കോസ് റൂൾ ഫോളോ ചെയ്യണം. മാർക്കോനിക്കോസ് റൂൾ
ഇതാണ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. നെക്സ്റ്റ് വന്ന് പറയുന്നത് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. ബോറോൺ ആഡ് ചെയ്യും. ഇപ്പോഴത്തേക്ക് ഹാഫ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്ത് നമ്മളെന്ത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്മൾ അടുത്തായിട്ട് ആരെ ആഡ് ചെയ്യണം? നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്നത് ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ത് സംഭവിക്കും? ഈ ആൽക്കൈൽ ബോറോൺ ബോണ്ട് ബ്രേക്ക് ആവും. എല്ലാവർക്കും സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് OH മൈനസ് അയോൺസ് ഹൈഡ്രേഷൻ ആയ ഒരു ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തിനെ കിട്ടും? ആൽക്കഹോളിനെ കിട്ടും. രണ്ടാമത്തെ എന്താണ്? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഡൈ കുറയുന്നതായിട്ട് നമ്മൾ ആൽക്കഹോളിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കഹോൾ കിട്ടും. നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാർബണേറ്റ് കോമ്പൗണ്ട്സ് ആണ്. കാർബണേറ്റ് കോമ്പൗണ്ട്സിനെ നമ്മൾ റിഡക്ഷൻ നടത്താൻ പോകും. അപ്പം സെക്കൻഡ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? കാർബണേറ്റ് കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഏതൊക്കെ കാർബണേറ്റ് കോമ്പൗണ്ട്സ് നമുക്കറിയാം? ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, ഇതെല്ലാം ആരാണ്? കാർബണേറ്റ് കോമ്പൗണ്ട്സ് ആണ്.
ഈ ആൽക്കഹോൾ എന്ത് ടൈപ്പ് ആൽക്കഹോളാണ്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ? ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 കാർബൺ ആറ്റമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാർബണൈൽ, അതായത് ഒരു ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ എപ്പോഴും കിട്ടുന്ന ഒരു പ്രൈമറി ആൽക്കഹോളായിരിക്കും. ഇപ്പോൾ ഒരു കീറ്റോണിനെയാണ് നമ്മൾ റിഡക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ അത് എപ്പോഴും ഒരു സെക്കൻഡറി ആൽക്കഹോളിനായിരിക്കും തരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫീനോളിന്റെ പ്രിപ്പറേഷൻസ് നോക്കാം. ഫീനോൾ പേരായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് കാർബണിലേക്ക് ഹാലജൻ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാലോ ആൽക്കേൻസും ഹാലോ അലൈൻസും കിട്ടുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം ഒരു അലൈൻ ഹാലൈഡാണ് ക്ലോറോ ബെൻസീൻ. അപ്പോൾ ക്ലോറോ ബെൻസീനെ അടുത്ത് ഈ ക്ലോറോ ബെൻസീനെ നമ്മളൊരു സ്ട്രോങ് ബേസുമായിട്ട് വെറുതെ നമ്മൾക്ക് റിയാക്ട് ചെയ്യിച്ചാൽ പോലെ അതിന് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുക്കണം. ആ പ്രോസസ്സിൻ്റെ പേരെന്താണ്? ഡൗൺ